വെള്ളം പാടിലേക്ക് ആക്കിയിട്ട് തരൂട്ടോ. വെള്ളം ചോദിക്കാറുണ്ടോ? ഓ, വെള്ളം കൊടുക്കാൻ പറ്റൂല, ഇൻഫെക്ഷൻ വരും വയറ്. മോനെ ഞാൻ പുറത്തുണ്ടാവും കേട്ടോ. ഞാനിവിടെ ഉണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോവല്ല. ഈ സങ്കടാവൊന്നും വേണ്ട. പനിയുണ്ടോ? പനിക്കുണ്ട്. നാട്ടുകാർ കൂടെ ഉണ്ട്, മിൽമയിലെ ജോലിക്കാരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ജിത്തുന്നുണ്ട് കേട്ടോ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മോനാലാണ് ഞങ്ങൾ കഴിയുന്നത്. കുടുംബം നോക്കണ്ട മോനായിരുന്നു. അവൻ്റെ അച്ഛനാണ് കോറി പണി ഉണ്ടാവില്ല, മഴ പെയ്താൽ. ഈ മോനെങ്ങനെ പോയിട്ടു? പറയാൻ ആഗ്രഹിക്കേണ്ട പ്രിയപ്പെട്ടവരെ, പക്ഷെ അവന് പറ്റുന്നില്ല. അവൻ സഹായിക്കണം എന്നായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, അവനെ വിഷമിപ്പിക്കണ്ടേ. പേടിക്കൊന്നും വേണ്ട, വേഗം ഓക്കെ ആവല്ലോ കേട്ടോ. ടെൻഷൻ വേണ്ട, ഒക്കെ റെഡിയാവും. അഭിജിത്ത് എന്ന് പറയുന്ന മുക്കം മുനിസിപ്പാലിറ്റിയിൽ 6ാം ഡിവിഷനിൽ രാരം തോട്ടത്തിൽ വിശ്വേട്ടന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. കുടുംബത്തെ നോക്കുന്നത് അഭിജിത്താണ്. സഹോദരിയെ വിദ്യാഭ്യാസം നൽകുന്നത് അഭിജിത്താണ്. ആ കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണ്. ഇന്ന് വല്ലാത്ത സങ്കടത്തോടു കൂടി ഇന്ന് ഇവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. കോഴിക്കോട് പെരിങ്ങുളത്ത് മിൽമയിൽ പാലിറക്കുന്ന വണ്ടിയിലെ ക്ലീനർ ആയിട്ടുള്ള പ്രിയപ്പെട്ട ജിത്തു എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ പാലിറക്കി കാലി ബോക്സ് ഇറക്കുന്നതിനിടയിൽ വണ്ടി പിറകിലോട്ട് വന്ന് ശരീരത്തും ചുമരും തമ്മിൽ അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി മാരകമായിട്ടുള്ള പരിക്കാണ്. മൂത്രസഞ്ചിയിലും മലാശയത്തിന്റെ ഭാഗത്തും ഇടുപ്പല്ലിനും മാരകമായ പരിക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. 4ഓളം സർജറികൾ കഴിഞ്ഞു പ്രിയപ്പെട്ടവർ. ഇപ്പം കൊടല് വരെ, അതിന്റെ ഉള്ളിലെ നീര് വരാതിരിക്കാൻ കൊടല് വരെ പുറത്താക്കി സർജറി ചെയ്ത് കൊടല് വരെ പുറത്തായിക്കൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലനിർത്തി പോകുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ, അതോടൊപ്പം തന്നെ BP നോർമൽ ആവുന്ന മെഷീനുകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പം ഓരോ ചികിത്സയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടത്തെ കാലിന്റെ രക്തക്കൊഴലിൽ പൊട്ടുണ്ട്, അതേപോലെ തന്നെ അണുബാധ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിരവധി സർജറികൾ വേണം, വിദഗ്ധ ചികിത്സ വേണം. അതിനേക്കാൾ അപ്പുറം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയുടെ ജീവൻ രക്ഷിക്കാനാണ് ജിത്തുമോൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ആ സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഒരു ദിവസം പോലും ജോലിയിൽ ലീവ് എടുക്കാതെ കുടുംബം പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ ഇളം പ്രായത്തിലുള്ള ഈ ചെറുപ്പക്കാരന്റെ സങ്കടം നിങ്ങൾ കണ്ട് നിങ്ങൾ ഒരുപാട് മെഷീനുള്ള സഹായത്തോടു കൂടി, വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാതെ ഈ ജിത്തുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ ആലോചിച്ചാണ്, അവന്റെ മാതാപിതാക്കളെ ആലോചിച്ചാണ്, അവന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങളെ ആലോചിച്ചാണ്. വളരെ വിദഗ്ധ ചികിത്സയും സർജറികളും ബാക്കിയുള്ള എല്ലാ ലോങ് ട്രീറ്റ്മെന്റും അടക്കം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് വന്നിട്ടുള്ളത്. പോലും അവധിയെടുക്കാതെ കുടുംബത്തിന് വേണ്ടി സൽസ്വഭാവിയാണ്, സൗമ്യനാണ്, നാട്ടില് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു സദസ്സ് നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, പൊതുപ്രവർത്തകന്മാർ, 100 കണക്കിന് അമ്മമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, മനുഷ്യ സ്നേഹികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് യാചിക്കുന്നുണ്ടെങ്കിൽ, കരങ്ങൾ നീട്ടുന്നുണ്ടെങ്കിൽ, ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ നാടിന് എത്രത്തോളം വേണ്ടപ്പെട്ട മോനായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ഇതെല്ലാം സാധാരണക്കാരാ, പാവപ്പെട്ട ആളുകളെ, കോടീശ്വരന്മാരല്ല, മാനേജ്മെന്റോ അല്ലെങ്കിൽ ലക്ഷപ്രഭുക്കളോ ഒന്നുമല്ല, അന്നുള്ള വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാ. ഒരു ദിവസം പോലും ലീവാക്കാതെ ജോലിക്ക് വന്നിട്ട് അവന്റെ അച്ഛനെയും അമ്മേനെയും പെങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ് ജിത്തു. ഞങ്ങൾ ജീവൻ കൊടുക്കാനും അവന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുത്തു തന്നെ സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്. ജിത്തു ഞങ്ങളിപ്പോൾ സ്ഥിരം പണിക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. ദിവസം പണിക്ക് വന്നിട്ടാണ് കുടുംബം പോയിട്ടിരുന്നത്. 23 വയസ്സുള്ള ഞങ്ങളൊരു നാട് മൊത്തം നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിജിത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളെ കഴിയുന്ന സഹായം ഞങ്ങളെല്ലാവരും അഭിജിത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പുറകിലേക്ക് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അഭിജിത്ത് എന്ന് പറയുന്ന സഹോദരനും കുടുംബവും വലിയ വിഷമത്തിലാണ്. അതുകൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അവർ ഒരു നിലയിലും ബുദ്ധിമുട്ടാക്കരുത്. ഞാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും
മുന്നിലേക്ക് കൈനീട്ടുന്നത് നമ്മുടെ പ്രിയ പൊന്നോമന പുത്രനായ അഭിജിത്തിനെ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കമ്മിറ്റിയുടെ കൺവീനറാണ്. നമ്മുടെ അഭിജിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായവും. ഈ മോനെ എനിക്കറിയാം. ഇവന് പാരി സൊസൈറ്റിയിൽ നിന്ന് പാല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ അമ്മ ചായ ഉണ്ടാക്കി തരുമായിരുന്നു. എത്ര ദിവസം ചായ ഉണ്ടാക്കി തന്നറിയാം. മോര് കൊണ്ടുവന്നിട്ട് സംഭാരം ഉണ്ടാക്കി കുടിച്ചവരാണ് ഞങ്ങൾ. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. എൻ്റെ മക്കളാവാനുള്ള പ്രായമുള്ളൂ. 23 വയസ്സ് നിന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഭിജിത്തിൻ്റെ ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ഈ നാടിന്റെ മൊത്തം ആവശ്യമാണ്. അഭിജിത്ത് മോനെ ഞങ്ങൾ നാട്ടുകാർ മാത്രം വിചാരിച്ചാൽ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും വലിയൊരു തുകയാണ് മിംസ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മോനെ, അല്ലാതെ വേറെ മാർഗം നമ്മളെ മുന്നില്ല. കാരണം നമുക്കറിയാം, അവിടുത്തെ നമ്മൾ അന്വേഷിച്ചപ്പം അവന്റെ ചികിത്സയുടെ ചെലവ് ഭയങ്കരമായിരുന്നു. അപ്പം 24 മണിക്കൂറും ജോലി എടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ ജിത്തുമോൻ. നന്മയുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിലേക്ക് അവസാനമായി കൈകൾ നീട്ടുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.